ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യും. വീണ്ടും നമുക്കൊരു പുതിയ പാഠം പഠിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമുക്ക് ആ പുതിയ പാഠത്തിലേക്ക് കടക്കാം. ഈ ആഴ്ച നമുക്ക് പഠിക്കുവാനുള്ള പാഠത്തിൻ്റെ തലവാചകം അവനെ പങ്കിടുക. അവനെ പങ്കിടുക. പങ്കിടുക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ ഭാഗം വെക്ക് പോലെ നമുക്ക് തോന്നാം. ഭാഗം വെക്കുക, ഓരോ പാർട്ടായിട്ട് മാറ്റി മാറ്റി വീതം വെച്ച് കൊടുക്കുക എന്നൊരു പ്രതീതിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ നമ്മളത് ഇംഗ്ലീഷ് പദത്തിലേക്കൊന്ന് കയറിയാൽ കുറേ കൂടെ ആ പദം സൗന്ദര്യാത്മകമാണ്. ഷെയർ ജീസസ്. അതാണ് നമുക്ക് കുറേ കൂടെ നല്ലതായിട്ട് നമുക്ക് തോന്നും. ഷെയർ ജീസസ്, അവനെ പങ്കിടുക. ഇതിൻ്റെ മനപ്പാഠവാക്യം നമുക്ക് നൽകിയിരിക്കുന്നത് യെശയ്യാവിൻ്റെ പ്രവചനം 50-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. അതിപ്രകാരമാണ്: തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾപ്പിക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. നോക്കുക, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ഇതാണ്. അപ്പോൾ തളർന്നിരിക്കുന്നവൻ, ക്ഷീണിച്ചിരിക്കുന്നവൻ, അവശനായവൻ, അവനെ ഉണർത്തുന്നതിന്, ഉയർത്തുന്നതിന് എന്താണ്? വാക്കുകൾ കൊണ്ട്. അപ്പോൾ നമ്മുടെ വാക്കുകളെന്ന് പറയുന്നത് ക്ഷീണിച്ചിരിക്കുന്നവരെ താങ്ങുന്നതും ഉണർത്തുന്നതും ആശ്വാസം പകരുന്നതുമായിരിക്കും. ക്ഷീണിച്ചിരിക്കുന്നവൻ, വ്യഥ കൊണ്ട് നീറുന്നവൻ, ദുഃഖമുള്ളിൽ പേറുന്നവൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയവേദനയെന്ന് പറയുന്നത് വലിയതാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ നാം വാക്കുകൊണ്ട് അവനെ ഉയർത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ വാക്കുകൾ മുഖേന അവൻ്റെ ദുഃഖത്തെ അകറ്റേണ്ടിയിരിക്കുന്നു, അവൻ്റെ പ്രയാസത്തെ മാറ്റേണ്ടിയിരിക്കും. അങ്ങനെയുള്ള നാവായിരിക്കണം നമുക്കുള്ളത്. അല്ലെ, ദൈവം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനാണ് നമുക്ക് നാവിനെ നൽകിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ്, അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കുക. ഗുരു എന്തു പറയുന്നുവോ അത് കാത് കൂർപ്പിച്ച് കേൾക്കുന്നവനാണ് ശിഷ്യൻ. ഗുരുവിൽ നിന്നും ഗുരുമുഖത്തു നിന്നും ലഭിക്കുന്നത് എന്താണെന്നറിയുവാൻ വളരെ സസൂക്ഷ്മം ശ്രദ്ധയോടെ നോക്കിയിരിക്കുന്നവനാണ് ഗുരു. അപ്പോൾ നമ്മൾ ഈ തളർന്നവനെ, അവൻ്റെ ദുഃഖം, അവൻ്റെ പ്രയാസം നമ്മൾ കാതുകൊണ്ട് കേൾക്കേണ്ടിയിരിക്കും. പലപ്പോഴും നമ്മൾക്ക് സംസാരിക്കാനാണ് താല്പര്യം, കേൾക്കുവാൻ നമുക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ
അനുഭവിക്കുന്നതായ ഒരു വലിയ ദുഃഖമെന്ന് പറയുന്നത് അവരെ കേൾക്കുവാൻ ആരുമില്ല എന്നുള്ളതാണ്. ഏകാകിനികളായിട്ട് അവർക്ക് ഏകാന്തതയിൽ വസിക്കുന്നത് പോലെ തങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെ ആരോടൊന്ന് പറയും, ആര് കേൾക്കും? കേൾക്കുവാൻ ആർക്കാണ് സമയം? ഇങ്ങനെയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് നാം മറ്റുള്ളവരെ കേൾക്കുവാൻ തയ്യാറായിരിക്കണം. നമ്മുടെ കാതുകൾ കുറച്ചു നേരത്തേക്കെങ്കിലും അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. അങ്ങനെ അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കാതുകളെ തുറന്നു കൊടുക്കുമ്പോൾ അവരിലുണ്ടാകുന്നതായ ആശ്വാസം, സന്തോഷം, സമാധാനം ഇത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അനേകർ ഇന്ന് ഈ സോളിറ്റ്യൂഡ്, ഏകാന്തത, അതായത് ജനത്തിൻ്റെ നടുവിലും ഏകാന്തത അനുഭവിക്കുന്നതായ വ്യക്തികളുണ്ട്, കേൾക്കുവാൻ ആരുമില്ലാത്തവർ. അപ്പോൾ നാം തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് അവനെ ഉണർത്തുക മാത്രമല്ല, കേൾക്കുകയും വേണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഗുരുവിൽ നിന്നും കേൾക്കുന്നവനാണ് ശിഷ്യൻ. അപ്പോൾ ഗുരു എപ്രകാരമാണോ ശിഷ്യന്മാരോട് ഇടപെട്ടത്, അതേപോലെ ശിഷ്യന്മാരും ആയിത്തീരേണ്ടിയിരിക്കുന്നു. അവരുടെ സംസാരത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ, അവരുടെ രീതികളിൽ, അവരുടെ ചിന്തകളിൽ അവർ ഗുരുവിനെയാണ് പ്രതിഫലിപ്പിക്കേണ്ടത്. നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നാം അവിടെ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, ഗുരുകുല വിദ്യാഭ്യാസം. ഗുരു എന്ത് പറഞ്ഞു കൊടുക്കുന്നു അത് കേൾക്കുന്നു, അത് മറ്റുള്ളവർക്ക് വീണ്ടും പറഞ്ഞു കൊടുക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഓരോ വ്യക്തിക്കും അവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവന് അവൻ്റെ തോന്നിയതുപോലെ പെരുമാറാൻ, സംസാരിക്കുവാൻ സാധ്യമല്ല. ഗുരു എന്താണോ അവനെ പഠിപ്പിച്ചത് അതനുസരിച്ച് അവൻ ഒരിക്കലും പെരുമാറാൻ സാധിക്കത്തുള്ളൂ, സംസാരിക്കുവാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം there is a code of conduct. അവർക്ക് സംസാരിക്കേണ്ടതായ രീതികളുണ്ട്, സംസാരിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്, പ്രവർത്തിക്കുവാൻ ഉള്ള രീതികളുണ്ട്. ഇതൊക്കെ അവർ ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്ങനെ? ഗുരുവിനെ പോലെ അവർ ചെയ്യേണ്ടിയിരിക്കുന്നു. ശിഷ്യനെന്ന് പറയുന്നത് ഹീ ഈസ് ഡിസിപ്ലിൻഡ്. He is disciplined. A disciple is disciplined. അപ്പോൾ അതവൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവൻ സംസാരിക്കുന്നത് വളരെ പ്ലീസിങ് ആയിരിക്കണം. മറ്റുള്ളവരെ വേദനിപ്പിക്കുവാനല്ല, പ്രയാസപ്പെടുത്തുവാനല്ല, മറിച്ച് അവർക്ക് ആശ്വാസം പകരുന്നത്, അവരെ ഉയർത്തുവാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം അവൻ്റെ സംസാരവും പ്രവർത്തികളും. നമ്മൾ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക്, പ്രത്യേകിച്ചും നമ്മൾ ഈ വസ്ത്ര വ്യാപാര ശാലകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ളവർ എങ്ങനെയാണ് നമ്മളോട് ഇടപെടുന്നത് എന്ന് നമ്മളൊന്ന് നോക്കണം. അവരെങ്ങനെയാണ് വളരെ പ്ലീസിങ് ആയിട്ട് ചിരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, എന്നിട്ട് അവർ വിളിക്കുന്ന ഓൺലി സർ, മാഡം, ഇങ്ങനെയൊക്കെ അവർ വിളിക്കുള്ളൂ. നമ്മളോർക്കും നമ്മളോടുള്ള അഗാധമായ സ്നേഹം കൊണ്ടാണ്, അല്ല, അവരുടെ ബിസിനസ് ടെക്നിക്കാണത്. എങ്കിൽ പോലും അവരെപ്രകാരമാകുന്നുവോ ഇടപെടുന്നത് അതുപോലെ ആയിരിക്കണം നമ്മളും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ സംസാരത്തിൽ. നമുക്കൊന്നാമത്തെ ഭാഗത്തേക്ക് കടക്കാം. സമൃദ്ധിക്ക് പുറത്ത്. ഇവിടെ സമൃദ്ധിക്ക് പുറത്ത് എന്നുള്ള ആ ഹെഡിങ് എനിക്ക് തോന്നുന്നത് ശിഷ്യന്മാർ കർത്താവിൽ നിന്നും അവരുടെ നിയോഗത്തിനായി പുറപ്പെടുന്നതായ ആ
സന്ദർഭമാണ്. അതായത് കർത്താവ് അവരോടുകൂടെ 3.5 വർഷക്കാലം ജീവിച്ചു. അതിനുശേഷം കർത്താവ് കാൽവറിയിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം ഈ ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അങ്ങനെ എടുക്കുന്നതിന് മുൻപായിട്ട് വലിയ ഒരു നിയോഗം, വലിയ ഒരു ഡ്യൂട്ടി ആൻഡ് എ കമാൻഡ് it was given to the disciple. We can say ഒരു ദൗത്യം, എ മിഷൻ വാസ് ഗിവൺ ടു ദ ഡിസൈപ്പിൾ. അതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം അതാണ് കാണുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തതായ ആ വലിയ ദൗത്യം നോക്കുക. 3.5 വർഷക്കാലം ഒരു കൂട്ടം ജനങ്ങളെ തൻ്റെ ശിഷ്യന്മാരാക്കി ശിഷ്യത്വം കൊടുത്തു. എന്നിട്ട് അവരോട് പറയുകയാണ്, എന്താണ്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇതാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ദൗത്യം. നമ്മൾ ഓർക്കണം, 3.5 വർഷം അവർ ശിഷ്യന്മാരായി കർത്താവിനോടൊപ്പം ജീവിച്ചു. അങ്ങനെ കർത്താവിൽ നിന്ന് അവർ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഇനിയും മറ്റുള്ളവരിലേക്ക് പകരുവാൻ കർത്താവ് അവർക്കൊരു വലിയ മിഷൻ കൊടുക്കുകയാണ്. സോ ഡിസൈപ്പിൾ, ഈ കമാൻഡ് അല്ലെങ്കിൽ ഈ ദൗത്യം കർത്താവ് ഏൽപ്പിച്ചത് ശിഷ്യന്മാരെയാണ്. മറക്കരുത്, ഇറ്റ്സ് നോട്ട് എ ജനറൽ കോൾ, ഒരു പൊതുവായ ആഹ്വാനമല്ല. പിന്നെയോ താൻ പരിശീലിപ്പിച്ചെടുത്ത തന്നെ പോലെ ആയിത്തീരേണ്ടതായ ശിഷ്യന്മാർക്കാണ് ഈ ദൗത്യം കർത്താവ് കൊടുത്തത്. അവർക്കേ തൻ്റെ ദൗത്യം ഏറ്റെടുത്ത് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. മറിച്ച് അന്ന് ജീവിച്ചിരുന്ന പൊതുജനങ്ങളോടല്ല കർത്താവ് പറഞ്ഞത്, പൊതുവിലല്ല കർത്താവ് പറഞ്ഞത്, തൻ്റെ ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. ഗോയി, നിങ്ങൾ പോകുക, എന്നിൽ നിന്നും പഠിച്ചത്, അറിഞ്ഞത്, കണ്ടത് നിങ്ങൾ സകല രാജ്യത്തോടും സകല വംശത്തോടും സകല ഗോത്രത്തോടും പറയുക എന്ന മഹത്തായ ദൗത്യം നമ്മൾ കാണുന്നു. അപ്പോൾ ആദ്യം ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരുടെ ഇടയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ we should become the disciple of Christ. അതാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ശിഷ്യത്വം സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ദൗത്യം പൂർണ്ണമായി ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ എന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത്. അവരോടാണ് പറയുന്നത്, നിങ്ങൾ പോയി ഈ നിത്യ സുവിശേഷം, അതായത് ആകാശവും ഭൂമിയും സകലതും സൃഷ്ടിച്ച ദൈവത്തെ നമസ്കരിക്കുക എന്നുള്ള ഈ നിത്യ സുവിശേഷം മറ്റുള്ളവരുടെ ഇടയിലേക്ക് കൊണ്ടുപോയി ഷെയർ ചെയ്യാൻ പറയും. നമ്മളൊക്കെ പറയും, കർത്താവ് ദൗത്യം എല്ലാവരെയും ഏൽപ്പിച്ചേക്കാണ്. അല്ല, കർത്താവ് ദൗത്യം ഏൽപ്പിച്ചത് തൻ്റെ ശിഷ്യന്മാരെയാണ്. ഇനിയും ആ ശിഷ്യന്മാർ എന്തു ചെയ്യണം? അവർ വീണ്ടും ശിഷ്യന്മാരെ സൃഷ്ടിക്കണം, അവർ വീണ്ടും ശിഷ്യന്മാരെ സൃഷ്ടിക്കണം. അങ്ങനെ അത് നീണ്ട് 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 വ്യാപിക്കേണ്ടിയിരിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, നമ്മൾ ശിഷ്യന്മാരായെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. എന്താണ് ദൗത്യം? തൻ്റെ ദൂത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇനി അത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ
നമ്മൾ ഒരു സാക്ഷിയായി മാറണം. സാക്ഷി എന്ന് പറയുന്നത് ആരാണ്? നേരിട്ട് കാണുന്നവനും അനുഭവിക്കുന്നവനുമാണ്. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിൽ നിന്ന് നേരിട്ട് കാണുകയും അനുഭവിക്കുകയും പഠിക്കുകയും ചെയ്തു. അവർ വീണ്ടും ശിഷ്യന്മാരെ സൃഷ്ടിക്കുന്നു. അവർ പത്രോസും യാക്കോബും യോഹന്നാനും മുതലായ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് കണ്ടുപഠിച്ചു. അങ്ങനെ ആ ഒരു പ്രോസസ് ഇറ്റ് ഗോസ് ഓൺ ആൻഡ് ഓൺ. അപ്പോൾ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശിഷ്യന്മാരെ സൃഷ്ടിക്കുക, ശിഷ്യത്വം സ്വീകരിക്കുക എന്നുള്ളതാണ്. അവർക്കാണ് ഈ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ സാധിക്കുന്നത്. അപ്പോൾ സാക്ഷിയാകുക. സാക്ഷിയായെങ്കിൽ മാത്രമേ എന്താണ് കർത്താവിനെ, അവൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുവാൻ സാധിക്കുള്ളൂ. നമ്മൾ സാക്ഷി എന്ന് പറയുന്നത് നമ്മളുടെ ജീവിത അനുഭവങ്ങളെയാണ്. നാം നേരിട്ട് രുചിച്ചറിഞ്ഞതായ അനുഭവങ്ങളെയാണ്. അത് നേരിട്ട് രുചിച്ചറിയണമെന്നുണ്ടെങ്കിൽ ശിഷ്യത്വം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരും എന്ന്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആദ്യം യെരുശലേമിലും പിന്നെ യഹൂദ്യയിലും പിന്നെ ശമരിയയിലും ലോകത്തിൻ്റെ നാനാഭാഗത്തും നിങ്ങൾ സാക്ഷികളാകും എന്ന് പറയും. അതുകൊണ്ട് ശിഷ്യനാകുക, പരിശുദ്ധാത്മാവിനെ റിസീവ് ഹോളി സ്പിരിറ്റ്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. അതായത് തിങ്കളാഴ്ചത്തെ ഭാഗം, നിർബന്ധമില്ലാതെ എന്നാൽ ശക്തിയോടെ. നാം കർത്താവിൻ്റെ ജീവിതത്തെ വീക്ഷിക്കുമ്പോൾ കർത്താവ് ആളുകൾക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സൗഖ്യമാക്കുന്നു, ആശ്വാസം പകരുന്നു, പിന്നെ അവർക്ക് വേണ്ടി അവർ സുഖപ്പെടുത്തുന്നു, പ്രസംഗിക്കുന്നു, പഠിപ്പിക്കുന്നു, പ്രചോദനം കൊടുക്കുന്നു. ഇതെല്ലാം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ആണ് കർത്താവ് ഈ വലിയ കഠിനാധ്വാനം ചെയ്തത് എന്നുള്ളത് നമ്മൾ ആലോചിക്കും. രാവിലെ മുതൽ രാത്രി വൈകി വരെ ജനത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഈ ഊർജം, ഈ ശക്തി, ഇതൊക്കെ എങ്ങനെ കർത്താവിന് ലഭിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമുക്ക് അത് അവിടെ നാം നോക്കുമ്പോൾ നാം ആ ഭാഗത്ത് വായിക്കുന്നത്, അവന് മനുഷ്യവർഗത്തോട് പുരുഷാരത്തെ കണ്ടിട്ടു മനസ്സലിഞ്ഞു. പുരുഷാരത്തെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അങ്ങനെ മനസ്സലിഞ്ഞതായ കർത്താവ് ഈ മനുഷ്യവർഗത്തോട് സ്നേഹവും അനുകമ്പയും കാട്ടുന്നു. അപ്പം നോക്കുക, എന്തുകൊണ്ടാണ്? ജനത്തിൻ്റെ വ്യഥ കണ്ട് കർത്താവിൻ്റെ ഹൃദയം നുറുങ്ങുന്നു, അവൻ്റെ മനസ്സലിയുന്നു. അങ്ങനെ മനസ്സലിഞ്ഞതായ കർത്താവിന്, അല്ലെങ്കിൽ ജനത്തിൻ്റെ ഈ വ്യഥ, ദുഃഖം, പ്രയാസം കണ്ട കർത്താവിന് അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ അവർക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇതേ കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടി ഇപ്രകാരം പ്രവർത്തിച്ചുവെങ്കിൽ നാമും ഈ നശിക്കുന്നതായ ജനത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എപ്രകാരമായിരിക്കും? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലോകം നമുക്കറിയാം നശിച്ചുകൊണ്ട് ഇരിക്കുക. ലോകത്തിൻ്റെ മോഹങ്ങളിൽ കുടുങ്ങി ജനം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ആ ജനത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്
ഈ കർത്താവിൻ്റെ കാഴ്ചപ്പാടായിരിക്കണം. എങ്ങനെ? നമുക്ക് ഓരോരുത്തർക്കും ഹൃദയഭാരം തോന്നണമെന്നുള്ളതാണ്. ഈ പോക്ക് കണ്ട് പ്രയാസം തോന്നേണ്ടിയിരിക്കുന്നു, ഉള്ളിൽ നമുക്ക് കുത്തൽ തോന്നേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കും ഈ ജനത്തിനോട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള. ഇരമ്യാവ് ഇവിടെ പറയുന്നത് എന്താണ്? അത് എൻ്റെ അസ്ഥികളിൽ അടക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തുന്നത് പോലെ ഇരിക്കുന്നു. മനുഷ്യനെ, ഇസ്രായേലിനെ കണ്ടിട്ട് ഇരമ്യാവ് പറയുകയാണ്, എന്താണ് അത്? എൻ്റെ ഹൃദയത്തിൽ തീ കത്തുന്നത് പോലെ ഇരിക്കുന്നു. അങ്ങനെ തീ കത്തുന്നതായ ഒരു അനുഭവം നമുക്കുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ നമുക്ക് ഈ ജനത്തോട് സ്നേഹവും കരുണയും അനുകമ്പയും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ തീ കത്തൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ഉണ്ടാകുമ്പോൾ നാം ദൈവസ്നേഹത്താൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടും. എന്തിന്? അവർക്ക് വേണ്ടി, ഈ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിർബന്ധിക്കപ്പെടും എന്നുള്ളതാണ് ശരി. അതായത് നാം അപരനെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ അവന് വേണ്ടി നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ്, പക്ഷേ നാം അവനെ നിർബന്ധിക്കുകയല്ല. അത് ഓർക്കണം. നമുക്കൊരു വ്യക്തിയെ നിർബന്ധിക്കുവാൻ സാധ്യമല്ല. പിന്നെയോ നമുക്ക് അവനോട് സ്നേഹവും കരുണയും കാണിക്കുവാനാണ് സാധിക്കും. എന്തുകൊണ്ടാണ് നിർബന്ധിക്കരുത് എന്ന് പറയുന്നത്? നിർബന്ധിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉള്ള കാര്യമല്ല. ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് എതിരായി നമുക്കും പ്രവർത്തിക്കുവാൻ സാധിക്കത്തില്ല. ആഡം ആൻഡ് ഈവ് അവർ തെറ്റ് ചെയ്തു. ദൈവം അവരെ ഒന്നിലും നിർബന്ധിച്ചില്ല. അവർക്ക് ജീവിക്കുവാനുള്ള, അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ തന്നെ വസിക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തു. നിർബന്ധമായും നീ ഇങ്ങോട്ട് ഇത് ചെയ്യരുത്, എടുക്കരുത് എന്നല്ല ദൈവം പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ദൈവം അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. പ്രളയമുണ്ടായി നോഹയുടെ കാലഘട്ടത്തിൽ. ദൈവം ആരെയും ഫോഴ്സ്ഫുള്ളി നിർബന്ധിച്ച് പെട്ടകത്തിനകത്തേക്ക് കയറ്റിയില്ല. മനുഷ്യന് സ്വയം കയറുവാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇനിയും ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ക്രിസ്തുവും ആരെയും നിർബന്ധിക്കുന്നതായി നാം കാണുന്നില്ല. ഇൻസ്റ്റഡ് എന്താണ് ക്രിസ്തു ചെയ്തത്? ഒരു ആഹ്വാനമാണ് കൊടുത്തത്. ആഹ്വാനം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അരികിൽ വരുക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇതാണ്. അപ്പോൾ ഇൻവിറ്റേഷൻ ഈസ് ദെയർ. അതല്ലാതെ ഇറ്റ്സ് നോട്ട് ഫോഴ്സ്ഫുൾ. നിർബന്ധത്താൽ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ഇപ്രകാരമായിരിക്കണം. ഡോണ്ട് ഫോഴ്സ് ദം ബട്ട് കോൾ ദം. നമുക്ക് തന്നെ അറിയാം, നിർബന്ധിത പരിവർത്തനം നടക്കുന്നുവെന്ന് വലിയ ഒരു കൂട്ടർ പറയുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് മതവും ആർക്കും സ്വീകരിക്കുവാനുള്ള അവകാശമുണ്ട്, ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ ആരെയും നിർബന്ധിക്കുവാൻ പാടില്ല എന്നുള്ളതും നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ക്ഷണിക്കുക, വിളിക്കുക, പറയുക. അങ്ങനെ ചെയ്താൽ തീർച്ചയായും ഈ വ്യക്തികളെ, അല്ലെങ്കിൽ നശിച്ചു പോകുന്ന വ്യക്തികളെ ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് സ്നേഹത്തോടെയുള്ള ക്ഷണം. അങ്ങനെ സ്നേഹത്തോടെയുള്ള ക്ഷണം നാം കൊടുക്കുവാൻ പഠിക്കുക. എങ്ങനെ? കർത്താവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും നാം വളരുമ്പോൾ നമുക്ക് ഇപ്രകാരമുള്ള ക്ഷണം, സ്നേഹത്തോടു കൂടിയുള്ള ക്ഷണം
നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരുവാൻ സാധിക്കും. ഇനിയും ചൊവ്വാഴ്ചത്തെ ഭാഗം യേശുവിനെ പങ്കുവെക്കുന്നതിനുള്ള സൂചനകൾ. യേശുവിനെ പങ്കുവെക്കുന്നതിനുള്ള സൂചനകൾ. നേരത്തെ ഞാൻ പറഞ്ഞു ഷെയർ ആൻഡ് കെയർ. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ വി ആർ കെയറിങ് ദം. വെൻ വി കെയർ ദം വി ഷെയർ ദം. ഇതാണ്. അപ്പം ക്രിസ്തുവിനെ നാം ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക. അപ്പോൾ രണ്ട് കാര്യമാണ്. ആരെ പങ്കുവെക്കണം, ആരോട് പങ്കുവെക്കണം. ആരെ പങ്കുവെക്കണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ക്രിസ്തുവിനെ പങ്കുവെക്കുക. ആരോടാണ് നമ്മൾ പങ്കുവെക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നേരത്തെ മനഃപ്പാഠവാക്യത്തിലേ കണ്ടു. ആരോടാണ്? തളർന്നിരിക്കുന്നവനെ നമ്മളുടെ വാക്കുകൾ കൊണ്ട് ഉണർത്തുക. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ എത്തിക്കേണ്ടത് ധനാഢ്യനോടല്ല, ഈ രാജ്യത്തെ വലിയ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവരോടല്ല. പിന്നെ ആരോടാണ്? താണവരോടാണ്. അതാണ് ക്രിസ്തു ചെയ്തത്. അത് 12 ശിഷ്യന്മാരെ കൊണ്ടുവന്നത് എവിടെ നിന്നാണ്? മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നിന്നാണ്. സാധാരണക്കാരൻ്റെ ഇടയിലാണ് ക്രിസ്തു വസിച്ചതും പ്രവർത്തിച്ചതും, അല്ലാതെ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ഇടയിലല്ല. അവരോടാണ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായല്ലേ നിങ്ങൾ എൻ്റെ അരികിൽ വരിക, മറിച്ച് ആത്മീക പണ്ഡിതരോട് അല്ല എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് ഈ സുവിശേഷം, ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മൾ പങ്കുവെക്കേണ്ടത് ഈ താണവരോടാണ്, തളർന്നിരിക്കുന്നവരോടാണ്, താഴേക്കിടയിലുള്ളവരോടാണ്, നിരാശിതരോടാണ്, ദുഃഖിതരോടാണ്, വേദനിക്കുന്നവരോടാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പങ്കുവെക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കേണ്ടിയിരിക്കും. ഒരു സഭാപരമായിട്ടാണെങ്കിൽ നാം ആദ്യം നമ്മളെ തന്നെ ഒന്ന് ഒരുക്കണം. അതെങ്ങനെയാണ്? നമ്മൾ ഏക മനസ്സുള്ളവരാകണം. നമ്മളിൽ തന്നെ കടിപിടിയുണ്ടായാൽ, നമ്മളിൽ തന്നെ വിഘടനമുണ്ടായാൽ പിന്നെ എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും? അപ്പോൾ ആദ്യം വി ഷുഡ് ബി ഓഫ് വൺ മൈൻഡ്. രണ്ടാമതായിട്ട് നമ്മൾ സിമ്പതറ്റിക് ടുവേർഡ്സ് വൺ അനദർ. മറ്റുള്ളവരോട് കരുണയോടുകൂടി, സഹതാപത്തോടുകൂടി നാം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. മൂന്നാമതായിട്ട് ലവ് ആസ് ബ്രദേഴ്സ്. നമ്മുടെ സഹോദരനെ പോലെ നാം മറ്റുള്ളവരെ കാണുക. പിന്നെ വി ഷുഡ് ബി കമ്പാഷനേറ്റ്. അനുകമ്പയുള്ളവരായിരിക്കണം നമ്മൾ. ആൻഡ് ഫൈനലി ബി ഹംബിൾ. നാം താഴ്മയുള്ളവരാകണം. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ശിഷ്യത്വം പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ അവർക്ക് മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോടുകൂടെ പ്രവർത്തിക്കുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുവാനായി നിശ്ചയിച്ചിട്ടുള്ളതായ വ്യക്തികൾ ഒരു കാര്യം ചെയ്യണം. എന്താണ്? നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം ചെയ്യുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. 1 പത്രോസ് 3:8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു നോക്കണം. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്ത്? നമ്മൾ സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം ചെയ്യുവാൻ, അവനോട് സംസാരിക്കുവാൻ, അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്നുള്ളത്. നമുക്കെങ്ങനെയാണ് ഒരു വ്യക്തിയോട്, ഒരു അപരിചിതനോട് ക്രിസ്തുവിനെ ഷെയർ ചെയ്യാൻ സാധിക്കും?
ഓടിച്ചെന്ന് നമുക്ക് അങ്ങോട്ട് ചെന്ന് പിടിച്ചു നിർത്തി എനിക്ക് നിങ്ങളോട് ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അവർ ദേ വോണ്ട് ലിസൺ ടു അസ്. നമ്മളെ ഒരിക്കലും അവർ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ അവരുമായി ഒരു അടുപ്പത്തിലേക്ക് വരിക എന്നുള്ളത്. കേരളീയൻ്റെ പഴയ മുഖത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ പരസ്പരം കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കും എന്നുള്ളതാണ്. ആ പുഞ്ചിരിയൊക്കെ നമ്മുടെ മാറിപ്പോയി. നമ്മളാരും കാണുന്നുണ്ടെ പണ്ട് മുതൽ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഉടനെ ഗുഡ് മോർണിംഗ് പറയുകയോ അല്ലായിരുന്നു. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ നമ്മളൊന്ന് പുഞ്ചിരിക്കും. ആ പുഞ്ചിരിയിൽ സകലതും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് പുഞ്ചിരിച്ചു. പതിയെ പേരെന്താണെന്ന് ചോദിക്കുന്നു. അങ്ങനെ ആ വ്യക്തിയുമായി സംസാരിക്കുവാനുള്ള വേദി നമ്മൾ ഒരുക്കുകയാണ്. ഒരു ദിവസമല്ല, പല ദിവസമായിട്ട് നമ്മളൊരു വ്യക്തിയെ കാണുന്നു, സംസാരിക്കുന്നു, സുഖക്ഷേമം അന്വേഷിക്കുന്നു. പതിയെ നമ്മൾ ക്രിസ്തുവിനെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതായിരിക്കണം നമ്മളുടെ രീതി എന്നുള്ളതാണ് നമ്മളെ ഈ പാഠം പഠിപ്പിക്കുന്നത്. അതായത് നമ്മളുടെ പ്രവർത്തികൾ നമ്മളെ ആരെന്ന് ആ വ്യക്തിക്ക് വെളിവാക്കി കൊടുക്കണം. ബൈബിളിലൊരു വാക്യമുണ്ട്, "Ye shall know them by their fruit" എന്ന് പറയുന്നു. അതുപോലെ നമ്മുടെ പ്രവർത്തികളായിരിക്കണം നാം ആരെ എന്ന്, ശിഷ്യൻ ആണ് എന്നല്ല, ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നത്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ബുധനാഴ്ചത്തെ ഭാഗം അലഞ്ഞു തിരിയുന്ന കുട്ടി. അതായത് നമ്മൾക്ക് അനേകം കുഞ്ഞുങ്ങളെക്കുറിച്ച്, ചെറുപ്പക്കാരെക്കുറിച്ചൊക്കെ നമുക്കറിയാം. എന്താണ്? അവർ തങ്ങളുടെ ഭവനങ്ങളിൽ അച്ഛനോടും അമ്മയോടും ഒപ്പം അനേക നാൾ ജീവിച്ചു. ഒരു 10, 18 അല്ലെങ്കിൽ 20 വയസ്സ് കഴിയുമ്പോൾ അവർ ഈ ലോകത്തിൻ്റെ ആ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നു. പതിയെ ദേ ആർ ഡ്രിഫ്റ്റിംഗ് അവേ ഫ്രം ദ പാരന്റ്. പിന്നീട് അവരുടെ ഓരോ ചുവടുകളും പലപ്പോഴും തെറ്റിലേക്കിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നതായി നാം കാണും. അപ്പോൾ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്നതായ ഹൃദയവേദന എത്ര വലുതാണ് എന്ന് നാം ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ചുറ്റും നടക്കുന്നതായ കാര്യങ്ങളാണ്. വലിയ ഭാരമായിരിക്കും അവർക്കുള്ളത്. ഇതുതന്നെയാണ് നമ്മളൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവത്തിനുണ്ടാകുന്ന, ക്രിസ്തുവിനുണ്ടാകുന്ന വ്യഥ, വേദന എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഇവിടെ 2 ഉദാഹരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് എഫ്രൈം എന്ന് പറയുന്നത് യഹൂദ ഗോത്രത്തിൽ ഒന്നായിരുന്നു. പക്ഷേ നാം ഇവിടെ കാണുന്നത് എഫ്രൈം ഗോത്രം 12 ഗോത്രങ്ങളിലൊന്നാണ്. നാം ബൈബിളിൽ അത് വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു. ഹോശേയുടെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം എന്താണ്? എഫ്രൈം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു, അവനെ വിട്ടുകളക. മദ്യപാനം കഴിയുമ്പോൾ അവൻ പരസംഗം ചെയ്യും. നമുക്ക് ഇസ്രായേൽ ഗോത്രത്തിലെ 12-ൽ ഒന്നായിരുന്നതായ എഫ്രൈം, ആ ഗോത്രം തന്നെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവരാണ് പിൽക്കാലത്ത് ശമരിയുമായി ബന്ധമുണ്ടാക്കുകയും കൂടിച്ചേരുകയും അങ്ങനെ അവരുമായി വസിക്കുകയൊക്കെ ചെയ്യുന്നത്. അവർ പൂർണ്ണമായും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ് നാം. പിന്നീട് അവർ തിരിച്ചു വരുന്നതായിട്ട് ബൈബിളിൽ നാം കാണുന്നില്ല. അവരെ അന്വേഷിച്ചായിരിക്കണം ഒരു പക്ഷേ ക്രിസ്തു ശമരിയിലേക്ക് ചെല്ലുന്നത്. നഷ്ടപ്പെട്ട അവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ക്രിസ്തു ശമരിയിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഇവിടെ ദൈവം പറയുകയാണ് അവരെ വിട്ടുകളയുക. എന്തുകൊണ്ടാണ് ഒരു കട്ട് ഓഫ് പറയുന്നത്?
ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, ആരെയും തിരിച്ചെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെ പറയുന്നു അവരെ വിട്ടുകളയുക. നമ്മൾ ബൈബിൾ വായിക്കുക, വേറൊരു നമ്മൾ വായിക്കുന്നുണ്ട്, എന്താണ്? പരിശുദ്ധാത്മാവിന് നേരെയുള്ള പാപം ഒരിക്കലും ദൈവം അനുവദിക്കില്ല, അല്ലെങ്കിൽ അത് മറക്കുകയില്ല, മായ്ക്കുകയില്ല. അപ്പോൾ ഒരു വ്യക്തി തീർത്തും അവൻ ദൈവത്തിൽ നിന്ന് അകന്നകന്നകന്ന് ഒരിക്കലും അവൻ തിരിച്ചു വരികയില്ല എന്നും മനസ്സിലാക്കിയാൽ പിന്നെ അവൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. ലീവ് ഹിം, അവനെ വിട്ടേക്കുക എന്നാണ് നാം കാണുന്നത്. എന്നാൽ ഗോമറിൻ്റെ കാര്യത്തിലോ, ഹോശേയുടെ ഭാര്യയായ ഗോമർ ഒന്നല്ല രണ്ടല്ല പല പ്രാവശ്യവും ഹോശയെ വിട്ടു പോകുന്നു. എന്നാൽ ഹോശേ ചെന്ന് അവരെ വിളിക്കുന്നു, തിരികെ കൊണ്ടുവരുന്നു. അപ്പം എത്ര വലിയ പാപിക്കും തിരിച്ചു വരുവാൻ ഒരവസരമുണ്ട്. പക്ഷേ ഞാനില്ല, എനിക്ക് ഇത് മതി എന്ന് പറയുന്നവനെ തിരികെ കൊണ്ടുവരുവാൻ അസാധ്യമാകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഇന്നത്തെ നമ്മുടെ തലമുറയിൽ ഒരു ചെറുപ്പക്കാരൻ, അവൻ ഒരിക്കൽ MDMA എന്ന് പറയുന്ന മാരകമായിട്ടുള്ള ഈ ഡ്രഗ്സിനെ ഒരു പ്രാവശ്യം ഒന്ന് എടുത്താൽ മതി, എന്തു പറ്റും? സ്വാഭാവികമായി അവൻ പിറ്റേ ദിവസം അതിനെ തേടിച്ചില്ല. ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നെ അതിനടിമയായിത്തീരും എന്നാണ് ഇതിനെക്കുറിച്ച് എല്ലാവരും പറയുന്നത്. നാമും അങ്ങനെയാണ്. എങ്ങനെ? ഒരിക്കൽ നമ്മൾ ക്രിസ്തുവിൽ നിന്ന് അകന്നാൽ, പാപത്തിലകപ്പെട്ടാൽ, വീണ്ടും എഫ്രേമിലെ പോലെ അവരെന്താണ്? അവർ മദ്യപാനം കഴിഞ്ഞാൽ പരസംഗത്തിലേക്ക് കയറുന്നു. ഗോയിങ് ടു സിൻ വൺ ആഫ്റ്റർ അനദർ. അങ്ങനെയുള്ളവർക്ക് ഈ ഡ്രഗ്സിൽ നിന്ന് തിരിച്ചു വരുവാൻ സാധ്യമല്ലാത്തതുപോലെ അവർ പാപത്തിനടിമയാകുന്നു എന്നാണ് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും ഗോഡ് ഈസ് കോളിങ് എവരിവൺ. അതാണ് അതിൻ്റെ വിചിത്രമായ ഒരു കാര്യം. ദൈവം ആരെയും ഉപേക്ഷിക്കുന്നില്ല. ഗോമറിനെ പോലെ തിരിച്ചു വരുവാനുള്ള അവസരം എപ്പോഴും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ഇവിടെ ദൈവം ഒരിക്കലും ആരെയും കൈവെടിയുന്നില്ല എന്ന് അത് നമ്മൾ നോക്കുമ്പോൾ ആദാമിനെ ഹവ്വയും ദൈവം കൈവെടിഞ്ഞില്ല. അതേപോലെ തന്നെ ജോന, നമുക്കറിയാം, കപ്പലിൻ്റെ അഗാധങ്ങളിൽ പോയി നിന്നിട്ടും ജോനയെ ദൈവം കൈവിട്ടില്ല. ദാവീദ് എത്രയോ പ്രാവശ്യം ഈസ് ഗോയിങ് അവേ ഫ്രം ഗോഡ്, എന്നിട്ടും ദൈവം അവനെ കൈവിട്ടില്ല. യാക്കോബ്. അപ്പോൾ ദൈവം ആരെയും കൈവിടുവാൻ താല്പര്യമില്ല, മറിച്ച് നാമാണ് ദൈവത്തിൽ നിന്ന് അകന്ന് 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 പോയിക്കൊണ്ട്. അതുകൊണ്ട് ഈ നശിക്കുന്നതായ സമൂഹത്തെ അവരെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. നാം ഒരിക്കലും അവൻ പോയി ഇനി പൊയ്ക്കോട്ടെ എന്ന് ചിന്തിക്കും. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ്. പോയത് പുറത്ത് എന്ന് നമ്മൾ ചിന്തിക്കുവാൻ പാടില്ല, മറിച്ച് അവനെ തിരികെ കൊണ്ടുവരുവാൻ നമ്മൾ പരിശ്രമിക്കണം എന്നാണ് ബൈബിൾ നമ്മളെ, ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീക്ഷണം, വാട്ട്സ് അവർ വ്യൂ ടുവേർഡ്സ് ദം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അവസാനത്തെ ഭാഗത്തേക്ക് നമുക്ക് വ്യാഴാഴ്ചത്തെ ഭാഗം, അവനെ തിരിച്ച് കൊണ്ടുവരിക, അവരെ തിരിച്ചു കൊണ്ടുവരിക. ഇവിടെ ആദ്യം നമ്മൾ അങ്ങനെ ഒരു നശിച്ച അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയതായ ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരുവാൻ പരിശ്രമിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒരു ആത്മവിമർശനം നടത്തണം. ഇൻട്രോസ്പെക്ഷൻ, വിമർശനം. എന്താണ്? നാമും ദൈവവുമായ ബന്ധം എപ്രകാരമാണ്? Am I a disciple of God?
ഞാൻ ശിഷ്യത്വം സ്വീകരിച്ച വ്യക്തിയാണോ എന്നാദ്യം നമ്മെ തന്നെ നാം ഒന്ന് ചിന്തിക്കണം. കാരണം എല്ലാ വ്യക്തികളും പാപം ചെയ്യുവാൻ ടെൻഡൻസിയുള്ളവരാണ്, അറിഞ്ഞോ അറിയാതെ. ചങ്ങമ്പുഴയുടെ വാക്കുകളിൽ പറഞ്ഞാൽ എത്രയായാലും മനുഷ്യരല്ലേ എന്ന് ചോദിക്കുന്നത് പോലെ മനുഷ്യന് ഏത് സമയത്തും തെറ്റിലേക്ക് അകപ്പെടാം. അപ്പോൾ ആദ്യം നമ്മൾ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുക. എന്താണ് നാം പാപം ചെയ്തകന്ന് കഴിഞ്ഞിട്ടും തിരികെ ദൈവത്തിലേക്ക് കടന്നു വരുവാൻ പ്രേരിപ്പിച്ച ഘടകമെന്താണ്? തെറ്റ് ചെയ്തു, സ്വാഭാവികം. മാൻ ഹി വിൽ ഡു സിൻ, തെറ്റ് ചെയ്യും. പക്ഷേ നാം ആ തെറ്റിൽ കിടക്കുകയല്ല. ഇനി എനിക്ക് തെറ്റേ മതിയെന്ന് ചിന്തിക്കുകയല്ല. വി ആർ കമ്മിങ് ബാക്ക്. തെറ്റിനെ ഉപേക്ഷിച്ച് നമ്മളൊക്കെ ദൈവത്തിലേക്ക് തിരിഞ്ഞ് വരുന്നവരാണ്, അല്ലെങ്കിൽ വന്നവരാണ്. എന്താണ് ഈ തിരികെ വരുവാൻ നമ്മളെ പ്രേരിപ്പിച്ചത്? ഇറ്റ്സ് നത്തിങ് ബട്ട് ദി ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹമാകുന്നു എന്നാണ് നാം കാണും. ഇവിടെ ഒരു വലിയ സെഖര്യാവിൻ്റെ പ്രവചനം 10-ാം അധ്യായം എന്ന് പറയുന്നത് നാം ഒന്ന് വായിച്ച് നോക്കണം. ഈ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതായ വ്യക്തികളോട്, ഇടയന്മാരോട് ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. അതൊരു ഭയങ്കര കാര്യമാണ്. എന്താണെന്നറിയാമോ? ദൈവം പറയുന്നത്, എൻ്റെ കോപം ഇടയന്മാരുടെ നേരെ ജ്വലിക്കും. അതുകൊണ്ട് ഇടയന്മാർ ശ്രദ്ധിച്ചോണം. ശിഷ്യത്വം സ്വീകരിച്ചതായ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതായ ഇടയന്മാരെ, നിങ്ങളുടെ മേൽ എന്താണ്? നിങ്ങളുടെ മേൽ എൻ്റെ കോപം ഇടയന്മാരുടെ നേരെ ജ്വലിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇടയന്മാർ അവരുടെ ജോലി ചെയ്യുന്നില്ല. നശിക്കുന്നതായ ജനത്തെ തിരികെ കൊണ്ടുവരുവാൻ അവരുടെ ഹൃദയത്തിൽ എരിവുണ്ടാകുന്നില്ല. ഇത് ചെറിയ കാര്യമല്ല. നാം എല്ലാവരും ആലോചിക്കേണ്ടതായ കാര്യം. എന്നാൽ ദൈവം ആ ഒരു അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവം അവിടെ പറയുന്നുണ്ട്, എന്തേ, ഞാൻ യഹൂദാ ഗൃഹത്തെ ബലപ്പെടുത്തും, യോസഫ് ഗൃഹത്തെ രക്ഷിക്കും, എനിക്ക് അവരോട് കരുണയുള്ളതുകൊണ്ട് അവരെ മടക്കി വരുത്തും. ഇവൻ പറയുന്നുണ്ട്, എത്ര നീ പോയെന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ തിരികെ കൊണ്ടുവരും, ഞാൻ കൊണ്ടുവരുവാൻ സന്നദ്ധനാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നാമും സന്നിധരായിരിക്കണം തിരികെ വരാൻ. എങ്കിൽ മാത്രമേ. അപ്പം ഈ തിരികെ കൊണ്ടുവരുവാനുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുള്ളവർക്കാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അവർ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ ലോസ്റ്റ്, അത് എങ്ങനെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു, അവൻ പൊയ്ക്കോട്ടെ. പലപ്പോഴും നമ്മൾ പറയൂ, ആ പള്ളിയിൽ അവനെ പുറത്താക്കി, അല്ലെ അവൻ പൊയ്ക്കോട്ടെ, അവൻ വേണ്ട, അവനിവിടെ വന്ന ശല്യമാണ്. വൺസ് എ കോൺവിറ്റ് ഓൾവേസ് എ കോൺവിറ്റ്, ദിസ് ഈസ് വാട്ട് ദ പീപ്പിൾ സേ എന്ന് ജീൻ വാൽജിൻ്റെ നാടകത്തിൽ ഒരു സെൻറ്റൻസ് ഉണ്ട്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആകരുത്. വൺസ് എ കോൺവിറ്റ് ഓൾവേസ് എ കോൺവിറ്റ് എന്ന് ചിന്തിക്കരുത്. അങ്ങനെയല്ല എന്ന് ആ കഥയിൽ ഒരു ബിഷപ്പ് കാണിക്കുന്നുണ്ട്. ഇതായിരിക്കണം നമ്മുടെയും ആറ്റിറ്റ്യൂഡ്. നാം ഒരു വ്യക്തിയെ എപ്പോഴും കുറ്റപ്പെടുത്തുകയല്ല വേണ്ടിയത്, അവനെ ശാസിക്കുകയല്ല വേണ്ടിയത്, ന്യായവിധി നടത്തുകയല്ല വേണ്ടിയത്. പിന്നെയോ നമ്മളുടെ സ്നേഹം, നമ്മളുടെ പ്രത്യാശ
ദൈവം നമ്മൾക്ക് നൽകിയതായ സ്നേഹം, ഇതൊക്കെ നമ്മിൽ അവൻ ദർശിക്കുമാർ നാം അവനോട് ഇടപെടണം. അങ്ങനെ നാം ഇടപെടുമ്പോൾ തീർച്ചയായും നമുക്ക് ഇങ്ങനെയുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാനായിട്ട് സാധിക്കും. അതായത് എഫേസ്യൻസ് 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അത് വായിക്കുമ്പോൾ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്രിസ്തു വിശ്വാസം നമ്മളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. 2, അവൻ്റെ സ്നേഹത്തിൻ്റെ വീതിയും ഉയരവും ആഴവും മനസ്സിലാക്കി പരിജ്ഞാനത്തിൽ വളരുക. അങ്ങനെ പരിജ്ഞാനത്തിൽ വളരുന്നതായ ഒരു വ്യക്തിക്ക് he can be a disciple of God. ദൈവത്തിൻ്റെ ശിഷ്യത്വം, ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുവാൻ സാധിക്കും. അങ്ങനെ ശിഷ്യത്വം സ്വീകരിക്കുന്നതായ ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരു ശിഷ്യനെ സൃഷ്ടിക്കുവാൻ സാധിക്കത്തുള്ളൂ. അവന് മാത്രമേ ഈ നശിച്ച അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോയ ഈ ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിർബന്ധിതരാക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ പാഠത്തിലൂടെ നാം അതാണ് പഠിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ നാം മറ്റുള്ളവരെ അരികിലേക്ക് എത്തിച്ചേരുക, ശിഷ്യനാക്കുക. ശിഷ്യൻ എന്താണ് ഗുരുമുഖത്തു നിന്ന് പഠിച്ചത്, അത് അവരുടെ ഇടയിൽ വിളങ്ങിക്കാണിക്കുക, ശോഭിച്ച് കാണിക്കുക. ഓട്ടോമാറ്റിക്കലി ദേ വിൽ കം ടു ക്രൈസ്റ്റ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ ശിഷ്യത്വത്തെക്കുറിച്ച് പഠിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കിയതോർത്തെ സ്തോത്രം ചെയ്യും. ഞങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുവാനും ഞങ്ങൾ കർത്താവിൻ്റെ വേലയിലേക്ക് പുറപ്പെടുവാനും ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. നശിച്ചുകൊണ്ടിരിക്കുന്നതായ ലോകത്തിന് ഞങ്ങൾ വിളക്കായി ശോഭിക്കുവാൻ കർത്താവ് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.